ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നല്ലൊരു ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ആവശ്യമായ സാധനങ്ങൾ 2 തക്കാളി, ഒരു ചെറിയ സവാള, പിന്നെ ഒരു 8-10 ചീരുള്ളി, പിന്നെ ചീരുള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി കേട്ടോ, കറിവേപ്പിൻ്റെ ഇല, ചപ്പ്, ഇഞ്ചി, പച്ചമുളക് അത് ആവശ്യത്തിന് എടുത്തോളൂ കേട്ടോ, 2 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, പിന്നെ വെളുത്തുള്ളി. ഓക്കെ, ചിക്കൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ആദ്യം തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത്. അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടേക്കണം കേട്ടോ. കറിവേപ്പിൻ്റെ ഇല നുള്ളി ഒഴിവാക്കണവർക്ക് കിട്ടുന്ന പണിയാണത്. വയറിൻ്റെ ഉള്ളിലേക്ക് കറിവേപ്പിൻ്റെ ഇല ആക്കിയാൽ നല്ലതാണ്, അതുകൊണ്ടാണ് അങ്ങനെ അരക്കണത് കേട്ടോ. പിന്നെ ചട്ടി ചൂടായതിന് ശേഷം ഒരു കറുകപ്പട്ടിൻ്റെ കഷ്ണം 4ആയിട്ട് മുറിച്ച് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതോടുകൂടി തന്നെ സവാള അരിഞ്ഞതിട്ടിട്ടുണ്ട്. വലിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലോണം വഴണ്ട് വരട്ടെ. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഇത്രയും ചതച്ചതും കൂടെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇല സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടില്ല, എല്ലാം കൂടി ഒപ്പം ചതച്ചുകാണ്ട് ഇട്ടേക്കാണ്. പിന്നെ കറിവേപ്പിൻ്റെ ഇല പിന്നെ ഒരു രസത്തിനും വേണ്ടിയിട്ട് ലാസ്റ്റ് ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ലേസ് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വയറ്റേണ്ടത്. മൂടി വെച്ചാണ്ട് കേട്ടോ ഒന്ന് നല്ലോണം വെന്തൊടഞ്ഞ് കിട്ടിക്കോളും. എന്നിട്ട് ആ തക്കാളി ഉണ്ടല്ലോ 2 അത് പേസ്റ്റ് ആക്കുക. ഇതാണത് കേട്ടോ. എന്നിട്ട് അത് അയക്കിടേണ്ടത്. പിന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ മസാല ഇടേണ്ടത് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് മല്ലിപ്പൊടിയും അത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവില്ല എന്ന് വെച്ചെങ്കിൽ കുറച്ചും കൂടി മുളകും പൊടിയും കൂടി ഇട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തപ്പോൾ എല്ലാം ഇട്ടകണമല്ലോ, അപ്പോൾ അതന്നെ മതിയാകും. പിന്നെ വേറെ ഒരു ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തുകാണ്ടേ ആണ് മൂടി വെച്ചാണ്ട്, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ പച്ചമണം മാറിക്കോളും. എന്നിട്ട് വേണം തക്കാളി ഉടച്ച് വെച്ചത് പാരാൻ കേട്ടോ. തക്കാളി മിക്സിയിലിട്ട് ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നെ ചെറുതാക്കി നോക്കിയാൽ മതി. ഉടച്ചാൽ പെട്ടെന്നുണ്ടായി കിട്ടിക്കോളും, അതുകൊണ്ടാണ്. പിന്നെ ചിക്കനും ഇട്ടുകാണ്ട് നല്ലോണം മൂടി വെച്ചുകാണ്ട് ഒന്നുകൊണ്ട് വെള്ളം വന്നിട്ട് പിന്നെ കുറച്ചും കൂടി നമുക്ക് എത്രയാണോ ചാറ് വേണ്ടിയത് അതിനനുസരിച്ച് പിന്നെ വെള്ളം പാർന്നു കൊടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളം പാർന്നു കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം പാർന്നു കൊടുത്തെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പച്ചവെള്ളം പാർന്നു കൊടുത്താൽ വേറൊരു ചൊയായിട്ട് അങ്ങനെ നിൽക്കും. നിങ്ങളിപ്പോൾ ആ പാട്ടിയിൽ കണ്ടോ, അത് ചൂടുവെള്ളമാണ് കേട്ടോ. അത് ആ അടുപ്പിൻ്റെ മേലെ വെച്ചിട്ട് തന്നെയാണ്, അല്ലാതെ ഞാൻ എക്സ്ട്രാ വേറെ ചൂടാക്കിയതൊന്നുമല്ല. അത് അടുപ്പത്ത് വെക്കണമെന്നൊന്നുമില്ല, ആ അടുപ്പിൻ്റെ അടുത്ത് വെച്ചാൽ തന്നെ അതങ്ങനെ ചൂടാകും. അത് ആ വെള്ളം തന്നെയാണ് പാർന്നു കൊടുത്തത്. നമുക്ക് ആവശ്യത്തിനുള്ള എത്ര കറി വേണ്ടിയത് അതിനനുസരിച്ച് അങ്ങോട്ട് പാർന്നു കൊടുക്കുക. പിന്നെ അത് കുറേ വറ്റും കേട്ടോ, വേവുമ്പോഴേ കുറേ വറ്റും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം പാർന്നു കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് ചപ്പും കൂടി ഇട്ട് കൊടുത്താണ് കേട്ടോ. തളക്കണീൻ്റെ അടുക്ക് എല്ലാ ചപ്പും കൂടി ഇടരുത്, കുറച്ച് ചപ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആ ചോയ അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ചൊറുക്കിനും വേണ്ടിയിട്ട് ലാസ്റ്റ് പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ചപ്പും കൂടിയും പിന്നെ ഇട്ട് കൊടുത്താൽ മതി വെന്തതിന് ശേഷം. ഇതിപ്പോൾ അതിൻ്റെ ചോയക്കും വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചാറുണ്ടാവും ഒക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് വെന്ത് നിൽക്കുകയാണ്. ഇനി അത് നമുക്ക് ചപ്പും ലേസം കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ പാടെ ഇട്ടെടുത്ത് കാണ്ട് ഞാൻ വാങ്ങിയേക്കാം മൂടിക്കാണ്ട്. അത്ര തന്നെയുള്ള. അപ്പോൾ ഈസി ചിക്കൻ കറി റെസിപ്പിയാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല പൊറാട്ടയും കട്ടൻ ചായയും നല്ല ചിക്കൻ കറിയും നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇതന്നെയാണ് കേട്ടോ അതിക്ക് കോമ്പിനേഷൻ. അപ്പോൾ താങ്ക് യു.